പടിക്കൽ കലമുടച്ചു. തുപ്രം തിരുമേനിയുടെ ജോലിക്കാരനായിരുന്നു കേശു എന്ന ആനമണ്ടൻ. ഒരു ദിവസം, കേശുവേ, കിഴക്കേ മനയിൽ 4 പശുക്കൾ പെറ്റിരിക്കുന്നു. ഒരു കാലം തൈര് നമുക്കായി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഉടൻ പോയി കൊണ്ടുവരാമേ. തനിച്ചു വേണ്ട ട്ടോ, ഞാനും വരാം കൂടെ. നിന്റെ അച്ഛനും മുത്തച്ഛനും പറ്റിയ അബദ്ധം നിനക്ക് പറ്റരുത്. ഓ. അവർ മനയിലെത്തി ധൈര്യമായി മടങ്ങുമ്പോൾ, സൂക്ഷിക്കണേ കേശു, ഒരിക്കൽ എന്റെ മുത്തച്ഛനും നിന്റെ മുത്തച്ഛനും കൂടി ഇതുപോലെ തൈരും കലവുമായി വന്നു. എന്നിട്ടെന്താ, പകുതി വഴി എത്തി അപ്പോൾ ഒരു നായ കുറുകെ ചാടി. അയ്യോ കഷ്ടം. എന്നിട്ടെന്താ, പാതി വഴിയിൽ തൈരിൻ കലം വീണുടഞ്ഞു. കഷ്ടം, തൈര് മുഴുവൻ പോയില്ലേ? പിന്നില്ലേ, പിന്നൊരിക്കൽ നിന്റെ അച്ഛനും എന്റെ അച്ഛനും കൂടി ഇതുപോലെ തൈരിൻ കുടവുമായി വന്നു. എന്നിട്ടെന്താ, 3/4 വഴി എത്തിയപ്പോൾ അയ്യോ അപ്പോൾ കേശു, എനിക്ക് പറയാനുള്ളത് നീ വളരെ സൂക്ഷിച്ചു നടക്കണമെന്ന് മനസ്സിലായല്ലോ? അടിയനെല്ലാം മനസ്സിലായേ. എന്തു മനസ്സിലായി? നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ഓ, അത് തന്നെ. മറ്റുള്ളവരുടെ മുതലും നമ്മുടെ മുതലും ഒരുപോലെ വിലപ്പെട്ടതാ. അതെ തിരുമേനി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നും കേട്ടിട്ടില്ലേ? ഉണ്ടേ. അങ്ങനെ തിരുമേനിയും കേശുവും പടിപ്പുര കടക്കുമ്പോൾ ഇല്ലത്തെ മുട്ടൻപൂച്ച, മൊണ്ടച്ചോറ് കളഞ്ഞല്ലോ, കുടവും പോയി തൈരും പോയി. തിരുമേനി എന്തിനാ കോപിക്കുന്നേ? മുത്തച്ഛൻ പാതി വഴിയിൽ കുടമുടച്ചു, അച്ഛൻ 3/4 വഴിയിൽ കുടമുടച്ചു. ഞാൻ കുടമുടച്ചെങ്കിലും തൈര് മുഴുവൻ ഇല്ലത്തെ മുറ്റത്തല്ലേ കിടക്കുന്നത്. ചക്കിയും കണ്ടനും. ഒരു ദിവസം മീൻ വിൽപ്പനക്കാരൻ ചന്തു ചന്തയിലേക്ക് പോകുമ്പോൾ, ഈ പൂച്ച ചക്കിയോ? അല്ല, കണ്ടനാടേ, എനിക്ക് ഉറപ്പാ. ഇനി അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഇടിച്ച് പപ്പടമാക്കും. അത്രക്കായോ? എന്തിനാ ചങ്ങാതിമാരെ ഒരു പൂച്ചയുടെ കാര്യം പറഞ്ഞ് തമ്മിൽ തല്ലുന്നത്? ഛേ, മോശം. ഓഹോ, യാരടാ ഇവൻ? ഓഹോ, നീ ഞങ്ങളെ മര്യാദക്കാരാക്കാൻ വന്നതോ അല്ലേ? ഏയ് അല്ല. അല്ലേ, പിന്നെന്തിനാ നീ ഉശിരുള്ള ആണുങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ കയറിയത്? അയ്യോ ക്ഷമിക്കണേ. എങ്കിൽ നീ പറയ്, ആ പൂച്ച ചക്കിയോ കണ്ടനോ? ചൊക്കയാണെന്ന് പറഞ്ഞിട്ട് കണ്ടനാണെങ്കിൽ ഞാൻ നിന്നെ ഇടിച്ച് പപ്പടമാക്കും. അമ്മോ, ചതിച്ചു. കണ്ടനാണെന്ന് പറഞ്ഞിട്ട് ചക്കയാണെങ്കിൽ ഞാനും ഇടിക്കും. ഗുലുമാലായി. ഈ ദുഷ്ടന്മാരോട് സംസാരിക്കാൻ പോയതാ കുഴപ്പമായത്. എന്തോടാ നീ ഒന്നും ഉണ്ടാത്തത്? ഇനി രക്ഷപ്പെടാൻ എന്താ വഴി? ഒരു സൂത്രം തോന്നുന്നു. ഒത്താലൊത്തു. വേഗം പറ, ഈ പൂച്ച ചക്കിയോ കണ്ടനോ? ചന്തുവിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഞാനൊരു മീൻ പൂച്ചയ്ക്ക് കൊടുക്കും. പൂച്ച ഞാവൂ എന്ന് ഒന്ന് കരഞ്ഞിട്ട് മീൻ തിന്നാൽ ചക്കി, ഞാവൂ ഞാവൂ എന്ന് 2 തവണ കരഞ്ഞിട്ട് മീൻ തിന്നാൽ കണ്ടൻ. കേട്ടല്ലോ? ഇവൻ എന്തോ പറയുന്നത്? മനസ്സിലായില്ലേ? മീൻ കൊടുക്കുമ്പോൾ പൂച്ച 1 കരഞ്ഞാൽ ചക്കി, 2 തവണ കരഞ്ഞാൽ കണ്ടൻ. എന്തായാലും ഇവൻ നമ്മളൊരാളുടെ പിടിയിലാവുമെന്ന്. അതെ, കിട്ടുന്നത് പപ്പാതി. എന്താ? അങ്ങനെ തന്നെ. ചന്തു ഒരു മീൻ പൂച്ചയ്ക്കിട്ട് കൊടുത്തു. പൂച്ച ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ആ മീൻ തിന്നു. പൂച്ച ഞാവൂ എന്ന് പറഞ്ഞില്ലോ. ഞാവൂ എന്നും കരഞ്ഞില്ല. അപ്പോൾ അതെ, അതുകൊണ്ടേ പൂച്ച ചക്കിയുമല്ല കണ്ടനുമല്ല. നില്ലടാ. ചന്തു ഓടി ദൂരെ എത്തി. തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി ഒരിക്കലും ഞാൻ അന്തസ്സില്ലാത്തവരുടെ ഒരു കാര്യത്തിലും ഇടപെടില്ല. പിന്നെ ഒരിക്കലും ചന്തു ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടേയില്ല.